أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയുടെ 54-ാം വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക. ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തുറന്നുകൊണ്ട് സയ്യിദന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദൈവം ഏകനാണെങ്കിൽ അവൻ ആദ്യം മുതൽക്കേ വെളിപാടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകനാണ് എന്ന് അവൻ തൻ്റെ പ്രവാചകനോട് പറയുമെന്നത് ലളിതമായ കാര്യമാണ്. ഒരേയൊരു ദൈവം ആദ്യകാല പ്രവാചകന്മാരോട് ഞങ്ങൾ 2ഉം 3ഉം 4ഉം ഒക്കെയാണ് എന്ന് പറയുകയും പിന്നീട് അമെൻഹോട്ടപ്പിനോട് മാത്രം ഞാൻ ഏകനാണ് എന്ന് പറയുകയും ചെയ്യുന്നത് അസാധ്യമാണ്. വെളിപാടിനെയും അതിൻ്റെ യാഥാർത്ഥ്യത്തെയും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ മുഴുവൻ ഉണ്ടായത്. മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ വെളിപാടാണ്. വെളിപാടില്ലെങ്കിൽ മതം വെറും തട്ടിപ്പായി മാറും. അങ്ങനെയെങ്കിൽ മൂസ ഇസ്രായേലിയോ ഈജിപ്ഷ്യനോ മറ്റാരെങ്കിലുമോ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാതാകുന്നു. മൂസാ നബിയുടെ മഹത്വവും സ്ഥാനവും ദൈവിക വെളിപാടിൽ നിന്നാണ് പ്രകടമായത്. ദൈവിക വെളിപാട് അംഗീകരിക്കുകയാണെങ്കിൽ തൗഹീദ് എല്ലാ പ്രവാചകന്മാരുടെയും അധ്യാപനങ്ങളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നുവെന്നും സമ്മതിക്കേണ്ടി വരും. തൻ്റെ അസ്തിത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് ആമുൻഹട്ടപ്പിൻ്റെ ജനനം വരെ കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നു. മക്കയിലെ ആളുകളോട് ഖുർആൻ നിരന്തരം പറയുന്നത് അവരുടെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീർച്ചയായും മൂസാ നബിക്ക് മുൻപുള്ള ആളാണ്. മക്കയിലെ ആളുകൾ സ്വയം ബഹുദൈവ വിശ്വാസികളായിരുന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു എന്ന് പറയാൻ അവർക്കൊരിക്കലും ധൈര്യമുണ്ടായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുദൈവ വിശ്വാസിയായിരുന്നു എന്ന് മക്കയിലെ ആളുകൾ കളവായി പോലും പറഞ്ഞിരുന്നു എന്ന ഒരു ചരിത്രരേഖയും ലഭ്യമല്ല. ഇസ്രായേലിൽ നിന്ന് വളരെ അകലെ താമസിച്ചിരുന്നതും ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നവരുമായ ഖുറൈശികൾ പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഏകദൈവ വിശ്വാസിയായിട്ടാണ് കണ്ടിരുന്നത് എന്നതിന് ഇത് ഒരു ചരിത്രപരമായ തെളിവാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഏകദൈവ വിശ്വാസം പഠിച്ചത് അമൻഹോട്ടപ്പിൽ നിന്നാണെങ്കിൽ മക്കയിലെ ഈ നിരക്ഷരരായ ആളുകൾക്ക് ഏകദൈവത്വത്തെക്കുറിച്ചുള്ള അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്? അവരും ഈജിപ്തിൽ നിന്ന് പഠിച്ചതാണോ? അവർ സ്വയം ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതിനാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരു ബഹുദൈവ വിശ്വാസിയായി ചിത്രീകരിക്കുന്നതിലായിരുന്നു അവർക്ക് നേട്ടം. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തെ അവർ ഒരിക്കലും നിഷേധിച്ചില്ല. അതിനാൽ ഏകദൈവ വിശ്വാസം അമൻഹോട്ടപ്പിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. ലോകത്തിൻ്റെ വിവിധ ചരിത്രങ്ങൾ പുരാതന കാലം മുതൽ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ദൈവിക വെളിപാടുകൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഏകദൈവ വിശ്വാസത്തെ ജീവനോടെ നിലനിർത്തി. ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസം ഉടലെടുത്തതല്ല, മറിച്ച് ഏകദൈവ വിശ്വാസത്തിന് ശേഷം ബലഹീനതയുടെയും ദൗർബല്യത്തിൻ്റെയും കാലഘട്ടത്തിലാണ് ബഹുദൈവ വിശ്വാസം ഉടലെടുത്തത്. അവർ മൂന്നാമത്തെ വാദം ഉന്നയിച്ചത് ചേലാകർമ്മം ഈജിപ്തുകാർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു എന്നതാണ്. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അതിനാൽ അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണെന്ന് മനസ്സിലാക്കാം എന്നതാണ്. ഇതിനുള്ള മറുപടി ഇതാണ്. ഒന്നാമതായി, ചേലാകർമ്മം ഹത്ന എന്ന ആചാരം നിലനിന്നിരുന്നത് കൊണ്ട് മൂസയെ ഈജിപ്തുകാരനായി കണക്കാക്കുന്നത് തെറ്റാണ്. കാരണം ഈ ആചാരം ഈജിപ്തിൽ മാത്രമാണ് നിലനിന്നിരുന്നതെങ്കിൽ പോലും ഇസ്രായേലിയർ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഈജിപ്തുകാരുടെ സ്വാധീനം കാരണം ചേലാകർമ്മം ചെയ്യാൻ തുടങ്ങിയതാണെന്ന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? രണ്ടാമതായി, ചേലാകർമ്മം ഈജിപ്തുകാർക്കിടയിൽ മാത്രമാണ് നിലനിന്നിരുന്നത് എന്ന വാദവും തെറ്റാണ്. ബൈബിൾ പറയുന്നതനുസരിച്ച്
ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ചേലാകർമ്മം നടത്തിയിരുന്നു. തനിക്കും തൻ്റെ മക്കൾക്കും ചേലാകർമ്മം നിർബന്ധമാക്കുകയും ചെയ്തു. അദ്ദേഹം സ്വന്തമായി ചേലാകർമ്മം നടത്തിയെന്ന് മാത്രമല്ല, ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം, ഹസ്രത്ത് ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നിവരുടെയും ചേലാകർമ്മം നടത്തി. ബൈബിളിലെ ഈ പ്രസ്താവന ശരിയാണെന്നതിന് തെളിവ് ഇസ്രായേലിയരുമായി നല്ല സാമൂഹിക ബന്ധമില്ലാതിരുന്നതും ഈജിപ്തിൽ ഒരിക്കലും പോകാത്തവരുമായ അറബികൾക്കിടയിലും ചേലാകർമ്മം നിലനിന്നിരുന്നു എന്നതാണ്. അവരുടെ പാരമ്പര്യമനുസരിച്ച് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം എന്നിവരിലൂടെയാണ് ഈ ആചാരം അവരിലേക്ക് എത്തിയത്. പുതിയ ഗവേഷകർ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെയൊരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട്. അതായത്, മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തുകാരനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഖത്ന ചേലാകർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചുവെന്നും പിന്നീട് ഇസ്രായേലിയർ ഈ ആചാരം അവരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ആരോപിച്ചു എന്നുമാണ്. പക്ഷേ ഇവർക്ക് അറബികളെക്കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുക? അവർക്ക് ഇസ്രായേലിയരുടെ ചരിത്രത്തിലോ മൂസ നബി അലൈഹിസ്സലാമിലോ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ അർദ്ധ സഹോദരനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം കാരണത്താൽ അവർക്ക് ഇസ്രായേലിയരോട് ശത്രുതയാണ് ഉണ്ടായിരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ. ഈ ആചാരം അറബികളിൽ ഉണ്ടായിരുന്നതും അവർ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലേക്കും ആരോപിച്ചതും ഖത്ന എന്ന ആചാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് വന്നതെന്ന് വ്യക്തമാക്കുന്നു. മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഈജിപ്തുകാരനായി ചിത്രീകരിക്കുന്ന ഗവേഷകർ യഥാർത്ഥത്തിൽ അപകടകരമായ ഒരു തെറ്റാണ് ചെയ്യുന്നത്. അറബികൾക്കിടയിൽ ഖത്ന എന്ന ആചാരം വളരെ കാലമായി നിലവിലുണ്ട്. ക്രിസ്തുവിന് 342 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഫിലാസ് ടാർഗിയസ് പോലും ഇതിന് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ തെളിവ് അറബികളുടെ ദേശീയ സാക്ഷ്യമാണ്, അവർ മുസ്ലിങ്ങളോ അല്ലാത്തവരാകട്ടെ. ഇതിനു പുറമെ ജൂയിഷ് എൻസൈക്ലോപീഡിയ രേഖപ്പെടുത്തുന്നത് യഹൂദരിലും മുസ്ലിങ്ങളിലും മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലും ഖത്ന എന്ന ആചാരം നിലവിലുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട് എന്നാണ്. ഉദാഹരണത്തിന് അബിസീനിയൻ ക്രിസ്ത്യാനികളും ഖത്ന ചെയ്യാറുണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ആദിവാസി ഗോത്രങ്ങളിൽ ഈ ആചാരം എത്രമാത്രം വ്യാപകമാണെന്നാൽ ജൂയിഷ് എൻസൈക്ലോപീഡിയയുടെ അഭിപ്രായത്തിൽ ഖത്ന ചെയ്യുന്ന ഗോത്രങ്ങളെക്കാൾ ഖത്ന ചെയ്യാത്ത ഗോത്രങ്ങളുടെ പേര് പറയാനാണ് എളുപ്പം എന്നാണ്. അതുപോലെ ഓസ്ട്രേലിയയിലെ പുരാതന ഗോത്രങ്ങളും ഖത്ന ചെയ്യാറുണ്ടായിരുന്നു. അവർക്ക് ഈജിപ്തുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിലെ വടക്കൻ തെക്കൻ മധ്യപ്രദേശങ്ങളിൽ പോലും ഈ ആചാരം നിലനിന്നിരുന്നു. ഈ തെളിവുകളിൽ നിന്ന് ഈ ആചാരം ഈജിപ്തുകാർക്ക് മാത്രമുള്ളതാണെന്ന ധാരണ തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഈജിപ്തുമായി ബന്ധമില്ലാതിരുന്നിട്ടും ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയയിലെയും മധ്യ വടക്കൻ തെക്കൻ അമേരിക്കയിലെയും അറബികളിലെയും മിക്ക ഗോത്രങ്ങൾക്കിടയിലും ഈ ആചാരം നിലനിന്നിരുന്നുവെങ്കിൽ ഇസ്രായേലിയരും ഖത്ന ചെയ്യാറുണ്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്നതിൽ എന്താണ് പ്രയാസം? ഈജിപ്തിൽ ചേലാകർമ്മത്തിൻ്റെ ഏറ്റവും പഴയ തെളിവ് അമെൻ എൻ ഹെബ് എന്ന പേരുള്ള ഒരു ഈജിപ്ഷ്യൻ രാജാവിൻ്റെ മമ്മിയിൽ നിന്നാണ് ലഭിച്ചത്. ഈ രാജാവിൻ്റെ കാലഘട്ടം ക്രിസ്തുവിന് മുൻപ് AD 1614 മുതൽ AD 1555 വരെയായിരുന്നു. ഈ കാലഘട്ടം ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈജിപ്തിലേക്ക് കുടിയേറിയതിനു ശേഷമുള്ളതാണ്. ചുരുക്കത്തിൽ ഈ തെളിവ് സൂചിപ്പിക്കുന്നത് ഈജിപ്തിൽ ചേലാകർമ്മത്തിൻ്റെ ഏറ്റവും പഴയ തെളിവ് ഹസ്രത്ത് മൂസക്ക് ഏകദേശം 200 വർഷം മുമ്പ് മാത്രമാണ് ലഭിച്ചത് എന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു നിഗമനത്തിലെത്താം. ഹസ്രത്ത് യൂസുഫിന് ഈജിപ്തിലെ രാജാക്കന്മാരുമായി പ്രത്യേക അടുപ്പമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളുടെ സ്വാധീനത്തിൽ ഈജിപ്തിലെ രാജാക്കന്മാരും അവരുടെ ചുറ്റുമുള്ള പ്രഭുക്കന്മാരും ചേലാകർമ്മം ചെയ്യാൻ തുടങ്ങി. ഈജിപ്ഷ്യൻ വിജ്ഞാനത്തിൻ്റെ ഗവേഷകരുടെ പൊതുവായ അഭിപ്രായവും ഇതുതന്നെയാണ്. ഈജിപ്തിൽ ചേലാകർമ്മം രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇടയിലാണ് കൂടുതലായി നിലനിന്നിരുന്നത്. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാം ഒരു ഈജിപ്തുകാരൻ ആണ് എന്നതിന് 4ാമത്തെ കാരണമായി പറയുന്നത് അമെൻഹോട്ടപ്പിൻ്റെ മതത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതുപോലെ തന്നെ ഹസ്രത്ത് മൂസയുടെ മതത്തിലും അതിനെക്കുറിച്ച് പരാമർശമില്ല എന്നതാണ്. ഈ വാദത്തിൽ 2 പ്രധാന പോരായ്മകളുണ്ട്. ഒന്നാമതായി അമെൻഹോട്ടപ്പിൻ്റെ മതത്തെക്കുറിച്ചുള്ള അറിവ് മുഴുവനായും ലഭ്യമല്ല. അദ്ദേഹം ഒരു ഗ്രന്ഥവും അവശേഷിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇപ്പോൾ ലഭ്യമല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി വൃന്ദവുമില്ല. അങ്ങനെയെങ്കിൽ അമെൻഹോട്ടപ്പിൻ്റെ
മതത്തിൽ ഈ അധ്യാപനങ്ങളെക്കുറിച്ച് പരാമർശമില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? അമൻഹോട്ടപ്പ് ഒരു ഗ്രന്ഥവും അവശേഷിപ്പിക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അദ്ദേഹം ഒരു ഗ്രന്ഥം അവശേഷിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു അനുയായി വൃന്ദമെങ്കിലും അവശേഷിച്ചിരുന്നുവെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അമൻഹോട്ടപ്പ് അങ്ങനെയൊരു അനുയായി വൃന്ദത്തെയും അവശേഷിപ്പിച്ചിട്ടില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിൽ ഈ കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. രണ്ടാമതായി, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന് ഇവർ തെളിയിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ മൂസാ നബിയുടെയും അദ്ദേഹത്തെ പിന്തുടർന്ന പ്രവാചകന്മാരുടെയും അധ്യാപനങ്ങളിൽ ഈ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു ശേഷം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തൗറാത്തിൽ നിന്നും സബൂറിൽ നിന്നുമുള്ള 2 ഉദ്ധരണികൾ പരാമർശിച്ചതിനു ശേഷം പറയുന്നു, ഈ ഉദ്ധരണികളിൽ നിന്ന് ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്നും തൗറാത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് വ്യക്തമാണ്. ഹസ്രത്ത് ദാവൂദ് അലൈഹി ഇസ്ലാമും അതിൽ വിശ്വസിച്ചിരുന്നു. സബൂറിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. പഴയ നിയമത്തിൽ മരണാനന്തര ജീവിതത്തിന് സ്വരാഷ്ട്രീയൻ മതത്തിലോ ഇസ്ലാമിലോ ഹിന്ദു മതത്തിലോ ഉള്ളത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നതിൽ സംശയമില്ല. എന്നാൽ അതിനുള്ള കാരണം യഹൂദർ ഭൗതിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു എന്നതാണ്. തൗറ കാലക്രമേണ നഷ്ടപ്പെടുകയും പിന്നീട് യഹൂദർ അത് വീണ്ടും ശേഖരിച്ചപ്പോൾ ഭൗതികപരമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവർ പ്രത്യേകം ശേഖരിച്ചു. എന്നാൽ അവർക്ക് വലിയ താല്പര്യമില്ലാതിരുന്ന വിഷയങ്ങൾക്ക് അവർ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല. അങ്ങനെ മരണാനന്തര ജീവിതം ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നിരുന്നാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തോറയിലും മറ്റ് പ്രവാചക ഗ്രന്ഥങ്ങളിലും ഏടുകളിലും കാണാൻ സാധിക്കുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുകയാണ്. ബാക്കി പിന്നീട് ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.